മതി, ഇങ്ങതാ. നേരം വെളുക്കുന്ന മുതൽ തുടങ്ങുന്ന അല്ലേ മോളെ ഈ കുത്തിക്കളി? ഇവിടെ വലിയ മലയൊന്നും ഡാഡി വാങ്ങി വെച്ചിട്ടില്ലല്ലോ മറിച്ചോണ്ടിരിക്കാൻ. എന്താ ലേറ്റ്? കോൺഫറൻസ്. കോഫി, ടീ, കൂൾ ഡ്രിങ്ക്സ് വേണ്ട. ഡാഡി, രാവിലെ മല്ലികാന്റി വന്നിരുന്നോ? വന്നിരുന്നു. എന്താ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. എസ്റ്റേറ്റ് വരെ പോയി ആ മനുവിനെ ഒന്ന് നന്നാക്കാമോന്ന്. കാണ്ടാമൃഗത്തെ പരിശീലിപ്പിക്കുന്ന പണി എനിക്കറിയില്ലല്ലോ. വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എത്ര മനോഹരായിട്ടാ നോണ പറയുന്നേ. മനുവിന്റെ വിവാഹകാര്യം സംസാരിച്ചില്ലേ? അതവരുടെ കാര്യം. അവരുടെ മാത്രം കാര്യമല്ലല്ലോ ഡാഡി. പിന്നെ എന്റെ വിവാഹകാര്യവും പറഞ്ഞല്ലോ. നിന്റെ വിവാഹകാര്യം ഞാനല്ലേ പറയേണ്ടത്? എന്നെ മനുവിന് കൊടുക്കില്ലെന്ന്. അതെ, അത് എന്നോട് കൂടി ചോദിച്ചിട്ടല്ലേ പറയേണ്ടത്? നിന്റെ കാര്യത്തിൽ ഞാനാണ് തീരുമാനമെടുക്കേണ്ടത്. വിവാഹം എന്റേതാകുമ്പോ അത് പോരല്ലോ ഡാഡി. എന്റെ സമ്മതമല്ലേ മുഖ്യം. വേണോ വേണ്ടയോന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. എന്താ നിന്റെ അഭിപ്രായം? മനുവിനെ വിവാഹം ചെയ്യണമെന്നാണോ? അതെ, അത് തന്നെയാ തീരുമാനം. ഈ മനുവിനെ നിനക്കറിയില്ലേ? അതെ, അറിയാം. അറിഞ്ഞോണ്ട് വരാൻ ഒരു പെണ്ണ് വേണ്ടേ? വിവാഹം കഴിഞ്ഞ് ഞാൻ മാറ്റിക്കോളാം. എടി, നീ എന്തറിഞ്ഞിട്ടാ? ഒരു പുരുഷൻ തെരുവേശി കിട്ടുന്നതിന് തുല്യമാണത്. അവൻ നന്നാകില്ലെന്ന് ഡാഡിക്ക് എങ്ങനെ അറിയാം? സാഹചര്യങ്ങളാ ഇതൊക്കെ. പണത്തിന് മേൽ ഒരു പരുന്തും ഇതുവരെ പറന്നിട്ടില്ല ഡാഡി. ഏത് ദുർഗന്ധവും പണം കൊണ്ട് മൂടാം. അതാ എന്റെ സിദ്ധാന്തം. ഇപ്പൊ എന്റെ മുന്നിലുള്ളത് അഞ്ജനയാ. വിവാഹശേഷം കടന്നു വന്നാ അവളെ ഞാൻ കൊന്നിരിക്കും. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. മാതാപിതാക്കൾ സമ്മതിക്കാതെ ഇവിടെ ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഡാഡി. ഇനി ഇങ്ങനൊരു അവസരം കിട്ടില്ല. ഡാഡിയായിട്ട് അത് മുടക്കാൻ നിൽക്കണ്ട. ഞാൻ മനുവിനെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അവിടുത്തെ സംഭവങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണോ? ഞാൻ പറഞ്ഞുതരാം. അവിടെ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചല്ലോ, അഞ്ജനയെ. അവളിപ്പോ അയാളുടെ പി എ ആക്കി. പി എ ആക്കിയെന്നു? അഞ്ജനയെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നല്ല കുട്ടിയാ. പി എ ആക്കാം, വിവാഹവും ചെയ്യാം. അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? തീരുമാനിച്ചോളൂ, പക്ഷെ എന്റെ മകളെ വിട്ടേക്ക്. വിവാഹം കഴിഞ്ഞാൽ മല്ലികയുടെ മകനെ അന്വേഷിച്ച് എത്ര അവകാശികളാ വരുന്നതെന്ന് വല്ല ഊഹമുണ്ടോ? രാജുവേട്ട, ഇത് നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം, പ്ലീസ്. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ബഹുഭാര്യ സമ്പ്രദായമൊന്നും ഇപ്പോഴില്ല എന്നറിയുക. അയ്യോ, ഇതാരാ വന്നിരിക്കുന്നത്? സാറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അഞ്ജനയാണോ പറഞ്ഞത്? അപ്പൊ നല്ല അഭിപ്രായം ആവില്ല. അല്ല, നല്ല കാര്യമാ പറഞ്ഞത്. അമ്മാവൻ അഞ്ജനയോട് പറയണം ഞാനൊരു പാവമാണെന്ന്. കൊച്ചു മുതലാളി പാവം മാത്രമല്ല, ശുദ്ധനുമാണ്. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? മദ്യവും ശീതളപാനീയവും ഒഴികെ. കൊച്ചു മുതലാളി മദ്യപിക്കുമോ? ഇല്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. അമ്മാവ, ഞാൻ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. ആദ്യം അമ്മാവൻ എന്നെ അനുഗ്രഹിക്കണം. അയ്യോ, എന്താ ഈ കാണിക്കുന്നേ? ഇവനോള് പരമ പോകരിയോ? അഭിനയം കണ്ടില്ലേ? അഞ്ജന മനസ്സിൽ പറഞ്ഞ ശരിയാ. അമ്മാവ, ഞാൻ കാര്യം പറഞ്ഞില്ല. ഈ പ്ലാന്റേഷനിൽ എല്ലാവർക്കും അറിയാം. എങ്കിലും തീരുമാനം എടുക്കേണ്ടത് അമ്മാവനാണല്ലോ. എനിക്ക് അഞ്ജനയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട്. കെട്ടിച്ചേരണം. ഞാൻ പൊന്നു പോലെ നോക്കാം.
അഞ്ജനയോട് സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ എന്താവും പറയാന്ന് സാറിനറിയാലോ. അഭിപ്രായം ഇരുമ്പൊലക്കൊന്നും അല്ല, അത് മാറാം. ഞാൻ ഇറങ്ങുക. സ്വന്തം മകനെ പോലെ എന്നെ കണ്ടാ മതി. എന്റെ ഭാഗ്യമാ സാറേ ഇത്. സമ്മതിക്കണം, ഇത് എന്ത് തരം ജീവിയാ? നീ വന്നേ. അച്ഛാ, അച്ഛാ. അഞ്ജന എന്നെ യാത്രയ്ക്ക് വന്നാണോ? വാ വാ. അമ്മാവാ, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ അഞ്ജനെ ഞാൻ വിവാഹം ചെയ്യുന്നു. അതിനുമുമ്പ് എന്റെ വീട്ടിലെ അമ്മയെ അറിയിക്കുന്നു, അമ്മ വന്ന് പെണ്ണ് ചോദിക്കുന്നു, പിന്നെ നാടറിഞ്ഞൊരു വെഡിങ് സെലിബ്രേഷൻ.